ഇനി നീ വരികില്ലെന്നറിയാം, മനസ്സിൽ കളവില്ലെന്നറിയാം, ഇന്ന് നീ പടിയിറങ്ങുന്നതെന്നെ. ഗൈസ്, അപ്പൊ അങ്ങനെ സുഹൈല് തിരിച്ചു പോവാൻ കേട്ടോ. അതങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ പോവാൻ നിൽക്കുകയാണ്. പിന്നെ വൈകുന്നേരം 4 മണിക്കാണ് ഫ്ലൈറ്റ്. ഇല്ല കേറ പോവാ. എടാ എന്താ വിളിച്ച എടി കട്ടാക്കട്ടെ നോക്കി. ആയിക്കോ. അപ്പൊ നമ്മളങ്ങനെ പോവാൻ നിക്കാട്ടോ. ഇപ്പൊ അവിടെ വണ്ടിയിലുള്ള ലേസ് ഇട്ടിരിക്കാം. അടുത്ത 10 ദിവസമോ പിന്നെ ഞാൻ പോണി കള്ളടങ്ങാറാണല്ലോ പോകുമ്പോ. പിന്നെ എന്നായിക്കോട്ടെ. അപ്പൊ അങ്ങനെ സുഹൈല് തിരിച്ചു പോകാൻ കേട്ടോ. വളരെ ചെറിയൊരു ലീവായിരുന്നു, 10 ദിവസത്തെ ലീവായിരുന്നു ഓന്. അപ്പോൾ എന്നിട്ട് നമുക്ക് മാക്സിമം ഓനൊരു കാര്യത്തിന് വേണ്ടി വന്നതിന് ആ കാര്യം ഫുൾഫിൽ ചെയ്യാനും പറ്റി. പിന്നെ മാക്സിമം ഫാമിലി ആയിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ കിട്ടി. ഞാനും തസ്കിനും ഫെബിയാണ് കൊണ്ടാക്കാൻ പോണത്. തിരിച്ചു വരുമ്പോൾ ഫെബിനെ നമ്മൾ കൊടുവള്ളിയിൽ ഇറക്കിയിട്ട് വേണം തിരിച്ചു വരാൻ. ലഗേജൊക്കെ എടുത്തോ, സാധനങ്ങളൊക്കെ എടുത്തോ. കെട്ടിപ്പിടിച്ചിട്ട് വാ, അത് ഇത് പറഞ്ഞിട്ട് വാ, പോകാറിട്ട് വാ സെബിന്. ആദ്യം അവിടെ ആ സാധനങ്ങളൊക്കെ എടുത്ത, ആ മൈക്കും 3 സാധനങ്ങൾ. എന്തെപ്പോഴും നൂല് വിളിച്ചാത്തെന്നാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിച്ചത്. ആട്ടിക്കൂടാണ് പോകാറപ്പോ. അതും മേലെയാടി പറഞ്ഞോ പറഞ്ഞേക്കണം. ഓക്കെ എന്നാല് ശരി വിട്ടു. എത്തിയപ്പോ മെസ്സേജ് അയക്കണേ. ഞാൻ എല്ലാം റെഡി ആയിട്ടേ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിട്ടോ, പെരിന്ന് ഇറങ്ങി. ഞാനേ റൂമിലേക്ക് ചെന്നപ്പോണ്ട് ഗൈസ് ചോലിന്റെ പാട്ടില്ലേ, ചോൽ എന്നല്ല പാട്ടിന്റെ പേരൊക്കെ, ചോല. ഫെബിന്റെ കിടന്നിട്ടുണ്ട്. ആ പാട്ടൊക്കെ ഇങ്ങനെ വെച്ച് കിടക്കാണ്. കറക്റ്റ് ടൈമിൽ ഇവള് വന്നപ്പോ റീലായതിന്റെ കുറ്റല്ലേ. ഞാൻ പെരിന്ന് ഇപ്പൊ ഇറങ്ങാണ്. കറക്റ്റ് ടൈമില് മെസ്സേജ് പെരിന്ന് ഇറങ്ങി. നമ്മൾ ഇത്ര ദിവസം 10 ദിവസം രാത്രി 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇൻഷാ അല്ലാ ഞാനും പോട്ട് ഗൈസ്. നാളെ അതെ വീട് കൊയ്യാൻ പോവാണ്. അതെ സേവിങ് കുട്ടികളോട് നാളെ ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ അല്ല, തസ്കി വീട്ടില്, സെബി ഓളെ പെരിയിലും പോയി. ആരും ഇല്ല പെരിയിലും. മകപ്പകപ്പിന് ആദരിച്ചിട്ടുണ്ട്. എന്നിട്ട് പിമ്മിയും കൂടി ഇടക്ക് റൈഡിന് പോവാ, ബൈക്കൊക്കെ എടുത്തോണ്ട്. ആരെങ്കിലും കാണാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല. കുട്ടികളില്ലെങ്കിൽ തന്നെ ഭയങ്കര ഇതാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ അല്ലേ തസ്കിന്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നല്ല സങ്കടത്തിലാണ് തസ്കിനുള്ളത്. ഓളെ ഞാൻ കാണിച്ചു കൊടുക്കണില്ല അതില്. കാരണം എന്താ പറയുക, ഓള് കരയേന് ഇത്രയും നേരം ഗൈസ് വണ്ടിയില്.
ഞങ്ങളിപ്പോ ഏകദേശം ഒരു 1.5 Guys, വെറുതെ എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. എന്തിനാ വെറുതെ കള്ളം പറയുന്നത്? ഇല്ലേ. ഇല്ല, എനിക്ക് അങ്ങനത്തെ അത് ഒരാൾക്കൊരു ക്വാളിറ്റി ഉണ്ട്. ഓള് ഉള്ളില് സങ്കടം ഉണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാതെ ഇങ്ങനെ വിങ്ങി പൊട്ടൂലേ ഒരാൾക്കാരല്ലേ, അത് അങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കാണ്. പോപ്പി എന്ന ഫെബി. പോപ്പിയെ നിങ്ങൾക്ക് അറിയണ പോലെയല്ല, ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ വീഡിയോ കൂടെയാണ് അവളെ കാണുന്നത്. പക്ഷെ ഓള് ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഞ്ഞ് ഇല്ലാതെ അയക്കാണ്. ഇപ്പൊ അതാണ് അതേപോലെ ഇതാണ് നിങ്ങൾ ഇതാ ഇവിടെ ഈ ചിപ്സ് ഉണ്ട്. ഈ ചിപ്സ് പോലെയാണ് ഇപ്പോൾ ഓളെ ഉള്ളിൽ ഉടഞ്ഞു പോകാൻ എണ്ണയിലിട്ട് കോരി പൊള്ളിച്ചെടുത്താൽ എന്തായിക്കാര അവസ്ഥ അതേപോലെയാണ് ഇപ്പോൾ. കാരണം തന്റെ പ്രിയതമൻ തന്നെ വിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നതാണ് അല്ലേ. അപ്പോ അങ്ങനെയൊക്കെയാണ്. പോപ്പി എന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ ഇനി അതും ആലോചിച്ച് ചെയ്തിട്ട് എക്സാം സെറ്റ് പാളിയാ. പോപ്പി എന്ന് വെച്ചാൽ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തിനാ അവള് പഠിക്കുന്നത്, പറഞ്ഞോട്ടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ്. CMA ആണ് പോപ്പി പഠിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. CMA ആണ് പഠിക്കുന്നത്. അവള് നല്ല പഠിക്കുന്ന കുട്ടിയാണ്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ABC മലബാർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ചിപ്സും കാര്യങ്ങളൊക്കെ അങ്ങ് വാങ്ങി വരുന്നുണ്ട്. അത് തുറക്കണമെങ്കിൽ ഇനിയിപ്പോ അവിടെ ലൈവ് ചിപ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെക്കന്മാർക്കാ എന്തൊക്കെ വാങ്ങിയേ? ചിപ്സും ബാക്കിയുള്ള കഥയൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് പറയട്ടെ ഗൈസ്. നമുക്ക് ഇനി ജസ്റ്റ് പോവാണ്. എയർപോർട്ടിക്ക് ലേറ്റ് ആണല്ലോ. ഇല്ലല്ല, എന്റെ ഹാൻഡ് ബാഗ് ഇട്ടുണ്ട്. എയർപോർട്ടിക്ക് നമുക്ക് ഒരിക്കലും ലേറ്റ് ആകാൻ പറ്റില്ല. ഫ്ലൈറ്റ് കറക്റ്റ് ടൈം പറഞ്ഞാല് 6:25 6:25 4 മണിക്ക് അവിടെ എയർപോർട്ടിൽ കയറണം അല്ലേ. അത് കഴിഞ്ഞ് നമുക്ക് പോപ്പിനെ സേഫ് ആയിട്ട് എത്തിക്കണം. അങ്ങനെ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവിടെ എത്തിയിട്ട് കാണട്ടെ ഗൈസ്. പ്രവാസി ലൈഫ് ഷോക്കാണ് കേട്ടോ. പ്രവാസി ലൈഫ് എനിക്കറിയാനോ, എന്റെ വാപ്പച്ചി പോയിട്ടുള്ളതല്ലേ. പ്രവാസി ലൈഫ് ശോകാണ്. പക്ഷെ നമ്മള് ശോകം അത് ഇപ്പൊ ഇന്റെ ഒരു ഞാനല്ലാണ്ട് വേറൊരാൾ അവിടെ നിർത്തിക്കണമെങ്കിൽ ഓരോ ഓഫ് കോഴ്സ് ശോകാണെന്ന് പറയും. പക്ഷെ ഞാൻ അവിടെ നിൽക്കുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കത് ശോകാണെന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്കത് എൻജോയ് അല്ലാണ്ട് വേറെ നിർത്തിയില്ലല്ലോ. സോ നമ്മളത് എൻജോയ് ചെയ്യും. നമുക്ക് ഹാപ്പി ആയാലും നമ്മുടെ ലൈഫിന് ആവശ്യമാണ്. ശരിയാണ്. എന്റെ വാപ്പച്ചിയൊക്കെ വരുമ്പോ അല്ലേ പനക്കറിയിരിക്കും. നമ്മളെ നാട്ടില് ഇപ്പൊ എനിക്ക് നമ്മളെ നാട്ടില് എന്തൊക്കെ പറഞ്ഞാലും ഒന്ന് എറണാകുളം പോണം, അല്ലെങ്കിൽ ഒരു ഇവിടെ പോണം, നമുക്ക് വണ്ടി എടുക്കാൻ പോവാ. നമ്മളെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം, നമുക്കുണ്ട് ഒരു ധൈര്യം ഉണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് വേറൊരു നാട്ടിൽ പോയാൽ കിട്ടൂല. നമ്മള് ഒന്ന് ചെകളം പൊത്തി കിട്ടിയാലും എങ്ങനെയാലും അവിടെ നിന്ന് പോരാന്നുള്ളൊരു മൈൻഡ് ആയിക്കാരം. അതാണ് ഇനി ഒന്നും വേണ്ട. കുറച്ചൊക്കെ ഒരു ബാംഗ്ലൂർ പോയാൽ തന്നെ നമുക്ക് ചിലപ്പോൾ ആ സാധനം അടിക്കും. ഒരു പകുതി ഇതിന്റെ പകുതി നമുക്ക് ആ ഒരു സാധനം മാത്രം ആലോചിച്ചാൽ മതി. അത് എല്ലാ കാര്യത്തിലും, ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, എന്ത് സംഭവം സംഭവിച്ചാൽ നമുക്ക് നമ്മളായിട്ട് നമ്മളാരെങ്കിലും വന്ന് തട്ടി കൊന്നാലോ ഒന്നും നമുക്ക് ഒരു സംഭവം ഇല്ല. അപ്പൊ അങ്ങനത്തെ അതാ ഞാൻ പറഞ്ഞത്. അല്ല അപ്പൊ ഞാൻ പാസ്പോർട്ട് എടുക്കണോ? പാസ്പോർട്ട് എന്തിനാ? ബോഡി കൊണ്ടുവരാൻ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് തീയൊക്കെ പറത്തി കഴിഞ്ഞ സ്ലോ മോഷനിൽ വരുമ്പോ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് ഇവിടെ അല്ലേ ആഗമനവും ഇതൊക്കെ ഇവിടെ തന്നെ അറിയില്ല. നമ്മള് അവിടെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് നമ്മൾ അവിടെ നിർത്തല് തോന്നുന്നു. ഡിപ്പാർച്ചർ അവിടെ തന്നെ ഇവിടെ ചാമ്പിക്കോ. ഡിപ്പാർച്ചറും അറൈവലോ? ഡിപ്പാർച്ചർ ഇങ്ങനെ മുണ്ടണില്ല, മുണ്ടിയ സീനാവും. കൈ വെച്ചത് ഗൈസ്, അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫൈനലി എയർപോർട്ടിൽ എത്തിട്ടോ. പറയോ, ഞാനാണ് കുഞ്ഞിമോന്. ഞാൻ എന്താ ഇവിടെ എയർപോർട്ടിൽ എത്തിമാ, ഇറങ്ങാൻ നിക്ക കാർന്ന്. എത്തി. എന്നാലേ ഞാൻ ഇൻഷാല്ലാ ഞാന് ഒന്ന് ഇതിന്റെ ഉള്ളിൽ കേറിയിട്ട് എല്ലാം റെഡി ആയിട്ട് ഞങ്ങളെ വിളിച്ചട്ടോ, വീഡിയോ കോൾ ചെയ്യാം.
ഓക്കെ ഇല്ലല്ല ഓല ആക്കിയിട്ട് അങ്ങനെ പോരും കേട്ടോ. എന്നാ ഇൻഷാല്ലാ ഞാൻ വിളിക്കട്ടോ. ആയിക്കോട്ടെ അവിടെ ഇറങ്ങിയിട്ട് വിളിക്കാം. ഫാമിലി ഗ്രൂപ്പിലൊക്കെ വരാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് അപ്പൊ ഞങ്ങൾ ഞാൻ ഇറങ്ങാണ്. എന്നാ മറ്റേ പാട്ടില്ല ഫെബിന്റെ ഇനി നീ വരികില്ലെന്നറിയാം മനസ്സിൽ കളവില്ലെന്നറിയാം ഇന്ന് നീ പടിയിറങ്ങുന്നതെന്നെ സത്യായിട്ടും ഇജ്ജ് പുറത്ത് ചിരിക്കല്ലേ ഉള്ളിൽ കരഞ്ഞോണ്ട്. അങ്ങനെ ഗൈസ് പോവാണ്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. പക്ഷെ എന്താ വെച്ചാല് നമ്മൾ ഈ സമയത്ത് അങ്ങനെ വിഷമം കാണിച്ചിട്ട് യാതൊരു കാര്യമല്ല. ഓപ്പൺ ആക്കടാ. അപ്പോൾ അത് പിന്നെ അവർക്ക് കൂടുതൽ വിഷമമാവും. പിന്നെ അതല്ല ഇവൽക്കൊക്കെ വൈബും കാര്യങ്ങളൊക്കെ പോവും. ഒന്നാമത് ഇവർക്ക് ഫെബിക്കൊക്കെ ഭയങ്കര സങ്കടം കേട്ടോ സുഹൈൽ പോണ കാര്യത്തിൽ. കാരണം അവർ വളരെ കുറച്ച് ദിവസമല്ലേ നിന്നിട്ടുള്ളൂ. പിന്നെ 10 ദിവസത്തിനാണ് വന്ന് ആ മാക്സിമം 10 ദിവസം അവൻ്റെ ഒപ്പം നിന്നാണ്ട് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. നമുക്ക് ഫാമിലിൻ്റെ ഒപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ 10 ദിവസം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഇറ്റ്സ് എ വെരി ഷോർട്ട് ടൈം. അപ്പോൾ ആ ടൈമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് കോപ്പിൻ്റെ സാധനങ്ങളാണ്. ആ പ്ലേറ്റ് ഗ്ലാസ്സൊക്കെ ആണല്ലോ. ഇതെന്തിനാ മുഖം ഇങ്ങനെ പിടിച്ചേക്കണേ പോപ്പിന്റെ മാതിരി? ഇതാൻ്റെ അത് അവിടേക്ക് തന്നെ വെക്കാം. പിടിച്ചാ ഈ പണ്ടാറൊക്കെ ഇതിനുള്ള കൊണ്ടെന്ന് വെച്ചേക്കല്ലേ വെറുതെ ഇത് പൊങ്ങാത്തത്. അല്ല എത്ര വെയിറ്റ് അങ്ങനെ എന്തുണ്ട്? 30 കിലോയോ? അത്ര ഉണ്ടാവില്ല. രണ്ടാം നില മേലെ താഴത്ത് കറക്കി എന്താടി കരിയുണ്ട് കരി. കഴിഞ്ഞ പ്രാവശ്യം ഫെബി കരഞ്ഞു കേട്ടോ. പ്രാവശ്യം ആ കരച്ചിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എടി വണ്ടിന്റെ ചാവിയൊക്കെ ഇവിടെ തൊട്ടല്ലേ വണ്ടി. അടിപൊളി കാലാവസ്ഥ അല്ലേ? ഒരു മഴ വരുന്നുണ്ടോ എന്നൊരു സംശയം. എന്താ പറയല്ലേ സുഹൈൽ പോണിനെ പറ്റി? സങ്കടല്ലേ? ഒരു ചെറിയ സങ്കടം. ശരിയാ ബസ്കിലെ കൊണ്ടുവരാൻ പോകുമ്പോഴേ നല്ല സന്തോഷക്കാരെന്ന് പറയാം. ഈ ഒരു ടൈമാണ് വരെ സങ്കടം, പിന്നീട് സങ്കടം. പിന്നെ ഫൈനലി ഇതാക്കണ ഞങ്ങൾ എയർപോർട്ടിലെത്തിട്ടോ. ഈ പെട്ടിഞ്ഞ് പൊളിക്കണമെങ്കിൽ എത്ര ദിവസം കഴിയണം? ഫെബി അല്ലേ സങ്കടത്തിൽ ഇങ്ങനെ കരയാൻ വരിക. അപ്പൊ ഈ സാധനം കണ്ടുപിടി ഫെബി പറഞ്ഞിട്ട് നീ പെട്ടി പൊളിക്കണമെങ്കിൽ എത്ര ദിവസം കഴിയണമെന്ന്. അവിടെ പോയി പൊളിക്കും. നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് ഒരു പ്രൈവസിക്ക് വേണമെങ്കിൽ പോയി കരഞ്ഞോളി. ഒരു കരഞ്ഞോട്ടി നീ വലത്തും. നിന്നെ കൊണ്ടൊക്കെ അത് കൂട്ടിയാ കൂടെ സ്കി. പൊക്കോളൂ. അവിടെ പോയി നോളി, നമുക്ക് കുറച്ചും കൂടി കാണാം. ഓക്കെ ഈ ഒരു മൊമെന്റിലാണ് സങ്കടം ഉണ്ടാവുന്നത്. അതുവരെ
നമ്മൾ ഹാപ്പി ആയിരിക്കും. എന്നും ഞാനിപ്പോൾ ഇതേപോലെ തന്നെ, ഇതുവരെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഓനോട് കയറി പോണ ടൈമില്ലേ, ആ ടൈമിലാണ് നമുക്ക് സങ്കടം വരിക. പോലെ നമ്മളെന്നാ എടി ബാ, വിഷമിക്കൊന്നും വേണം, ഇപ്പം എനിക്ക് പോരായില്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അത്ര ഉള്ളായിരുന്നു ഈ വീഡിയോ. സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.